അമ്മാവൻ വിഷമിക്കുന്നു. പോയിരുമ്പോൾ ഞാൻ ഇനി അവൻ വന്നാൽ അമ്മാവൻ എന്നെ വിവരം അറിയിക്കണം. അവൻ ഈ നാട് വിട്ടു പോകും. അവന്റെ ലക്ഷ്യങ്ങളും ഇവിടെ ബാക്കിയാണ്. ഇത്രയും നാളത്തെ അന്വേഷണത്തിൽ പോരായ്മയിലാണ്. അത് കൃഷ്ണപ്രസാദിനെ ചുറ്റിപ്പറ്റി മാത്രമുള്ള അന്വേഷണമായിരുന്നു. പ്രവീണിനോടൊപ്പം കൊല ചെയ്യപ്പെട്ട രജനിയെ കുറിച്ച് ആരും ഇതുവരെ വിശദമായിട്ട് അന്വേഷിച്ചിട്ടില്ല. അവൾക്ക് ഈ സംഭവത്തിലുള്ള പങ്കെന്താണെന്ന് അറിയാതെ ഈ കേസിന്റെ അന്വേഷണം പൂർണ്ണമാക്കി. നമുക്ക് ആദ്യം അറിയേണ്ടത് രജനി എങ്ങനെയാണ് കൊല ചെയ്യപ്പെട്ടത്. വേറെ ആയതൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അപ്പോ ഇതുപോലെ തന്നെ ആരാണ് സാധിക്കുന്നത്? അത് ഉറപ്പുവരുത്താൻ ഒരു വഴിയില്ല. പ്രവീണിന്റെ രക്തം A പോസിറ്റീവാണ്, രജനിയുടെ AB പോസിറ്റീവ്. അതേ വടി കൊണ്ട് തന്നെയാണ് രജനിയെ കൊലപ്പെടുത്തിയതെങ്കിൽ വടിയിൽ പ്രവീണിന്റെ A പോസിറ്റീവ് രക്തം കൂടാതെ രജനിയുടെ AB പോസിറ്റീവ് രക്തം കൂടി പറ്റിയിട്ടുണ്ടാവും. പിന്നെ ഇത് രജനിയുടെ ടെലഫോൺ അറിയാം. ഇതിന് ദീപ രജനിയുടെ പേരിന് നേരെയുള്ള ബന്ധപ്പെട്ട പ്രത്യേകതയുണ്ട്. അത് നമ്മൾ ആദ്യം ജോലി ചെയ്ത ദേവരാജന്റെ വീട്ടിലാണ്. അപ്പൊ ഈ പറയുന്ന ദീപ ദേവരാജന്റെ ഇതെന്റെ പ്രശ്ന ദീപ നിങ്ങളെ നമ്മളെ സ്പോൺസർ ചെയ്യാനായിട്ട് ദീപയെ എന്ത് ചെയ്യുന്നു? ദീപയ്ക്ക് എങ്ങനെയാണ് രജനി പരിചയം? നിങ്ങൾ വലിയ ഫ്രണ്ട്സ് ആയിരുന്നു അല്ലേ? പിന്നീട് എന്ത് കാരണം? രജനി ആരെങ്കിലും ഭയപ്പെട്ടിരുന്നു? ഏത് വക്കീൽ മൊഴിയോ? എന്താ കാരണമായി? ആര് കാണാതെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് അറിയാം. പക്ഷെ സത്യം തന്നെ വഞ്ചിച്ച ഭാര്യ പ്രവീൺ, രജനി, ഇവരെ മൂന്നുപേരെയും ഇത്രയും നാളെ നമുക്ക് പിന്നിതരാ എന്തർത്ഥം? ഞാൻ നേരത്തെ പറഞ്ഞത് എന്റെ ഭാര്യ അവളുടെ ഏതോ സാമൂഹ്യത്തോട് ഒളിച്ചോടുക അല്ല. നിങ്ങളുടെ ഭാര്യയ്ക്ക് പ്രവീണുമായിട്ട് രഹസ്യബന്ധമുണ്ടായിരുന്നു. അത് അറിഞ്ഞപ്പോഴാണ് നിങ്ങൾ അവരെ കൊന്നത്. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതല്ലേ നിങ്ങൾ രജനിയെ കൊന്നത്? എന്തൊക്കെ അസംബന്ധങ്ങളാണ് നിങ്ങൾ പറയുന്നത്? എനിക്കതിനെ അറിയുപോലും നിങ്ങൾക്കറിയാം. കാരണം അവരെ മൂന്നുപേരെയും ഒരുമിച്ച് കൊല്ലാൻ ആവശ്യം ഈ എങ്കിൽ പിന്നെ തെളിവ് സഹിതം നിങ്ങൾ അറസ്റ്റ് ചെയ്യും. തെളിവ് നശിപ്പിക്കാൻ അറിയാവുന്നത് ക്രിമിനൽ വക്കീലിന്റെ അഹങ്കാരമാണ്. കാണാത്ത ഒരു തെളിവുകളും ബാക്കിയില്ല. മൂന്നുപേരെ കൊന്നതിന് മോഹന് വേണ്ടി കൊല നടത്തിയത് അതുകൊണ്ടാണ് നമ്മൾ എത്ര അന്വേഷിച്ചത്. അയാൾക്കെതിരെ ഒരു തെളിവ് കിട്ടുന്നത്. അതാണ് അയാൾ കാണിക്കുന്ന ശരിയാണ്. അയാൾക്കെതിരെ യാതൊരു പങ്കുവെന്ന് അറിയാൻ വേണ്ടി തന്നെ അമ്മയത്ത് ജില്ലാ ജഡ്ജിയുടെ വീടുകൾ താമസിച്ചു. കൊല നടത്താൻ ഉപയോഗിച്ച് പരിശോധിച്ചു. അതിൽ പ്രവീണിന്റെ A പോസിറ്റീവ് രക്തവും രജനിയുടെ AB പോസിറ്റീവ് രക്തവും. പക്ഷെ ഇത് രണ്ടും കൂടാതെ മൂന്നാമതൊരാളുടെ രക്തം കൂടി പറ്റില്ല. അത് O പോസിറ്റീവ് രക്തമാണ്. ഒരിക്കലുമല്ല. കാരണം അവരെ കാണാതെ 6 മാസം മുമ്പാണ്. അപ്പൊ പിന്നെ ആരെയും കൊല നടത്തിയാൽ അല്ലാതെ ശരി. എന്റെ തീയതി ഇതാണ്. കൊല നടത്താൻ വന്ന വാടക കൊലയാളിയെ പ്രവീൺ തിരിച്ചു ആക്രമിച്ചു. അതിന്റെ ഫലമായി കൊലയാളിയുടെ കയ്യിൽ ഒരു രൂപ അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ കൊലയാളിയെ കുറിച്ചുള്ള ആദ്യത്തെ കുടുംബത്തിൽ അയാളുടെ രക്തം O പോസിറ്റീവ്. പക്ഷേ കേരളത്തിൽ 60% ആളുകൾക്കും O പോസിറ്റീവ് രക്തമാണ്. അധികം നമുക്ക് വേണ്ടാണ്. കൊല
മുറിയിലേക്ക് അഴിച്ചുവിട്ട് എനിക്കൊരു പത്രത്തിലെ കഷ്ണം എന്തോ സാധനം പൊതിഞ്ഞു കൊണ്ട ശേഷം വീട്ടിൽ കൂട്ടി ചവിട്ടിവിട്ടിലിട്ടതാണ്. അതിന്റെ ഈ ഭാഗത്ത് വൃത്താകൃതിയിൽ പേപ്പർ മടങ്ങിയ ഒരു നാട് എന്ത് തോന്നിയപ്പോഴായിരിക്കും ഇങ്ങനൊരു പാടുണ്ടായത്? കൊലയ്ക്കുപയോഗിച്ച് ഈ വഴിയിൽ അച്ഛൻ പൊതിഞ്ഞിട്ടുള്ളതാണ് പേപ്പർ വൃത്താകൃതി. ഇതിൽ ഒരു വശത്ത് വല്ലാർപാറ പ്രദേശം ലോക്കൽ ന്യൂസ്, അതായത് വല്ലാർപാറം പ്രദേശത്ത് മാത്രം വിതരണം ചെയ്തിട്ടുള്ള പത്രങ്ങളെല്ലാം കണ്ടു. അപ്പോ കൊലയാളി മിക്കവാറും ആ ഭാഗത്തുള്ള ആളാണ്. മറ്റൊരു സംഭവം രജനിയെ കാണാതാവുന്നതിന് മുമ്പ് അവർക്കൊന്ന് കോൺട്രോളിൽ ഇരിക്കാൻ അതിൽ 3 സംശയമായി. കാരണം അതൊന്നും ആദ്യത്തെ ഡൽഹിയിൽ, രണ്ടാമത്തെ ഭോപ്പാലിൽ, മൂന്നാമത്തെ സേലത്ത്. എപ്പോഴൊക്കെയാണ് വന്നിരിക്കുന്നത്? 9-ാം തീയതി ഉച്ചയ്ക്ക് 11-ന് ഡൽഹിയിൽ നിന്നുള്ളത്, അന്ന് രാത്രി 8 മണിക്ക് ഭോപ്പാലിൽ നിന്നുള്ളത്, പിന്നെ പിറ്റേന്ന് രാത്രി 2:30 സേലത്ത് നിന്നുള്ളത്. ആ 3 ജോലിയും ചെയ്തിരിക്കുന്നത് 3 സ്ഥലത്ത് എത്തി. അയാൾ യാത്ര ചെയ്യുകയായിരുന്നെങ്കിൽ ഭോപ്പാൽ. ഇത് 3 വളരെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകൾ. ഡൽഹിയിൽ നിന്നും പുറപ്പെടുന്ന എക്സ്പ്രസ് ട്രെയിൻ ഭോപ്പാലിലും സേലത്തും ഓടിയെത്തുന്ന അതേ സമയങ്ങളിൽ അവിടെ നിന്നുള്ള പൗരങ്ങൾ റെയിൽവേ സ്റ്റേഷനിലുള്ള പബ്ലിക് ടെലിഫോൺ ബുദ്ധിനാവും ആലോചിക്കുക. ആ ട്രെയിൻ കേരളത്തിലേക്ക് വരാമെങ്കിൽ അത് വന്നതിന് 2-ാം ദിവസം രജനി വീട്ടിൽ നിന്ന് പോയത്. പിന്നെ നമ്മുടെ തീരെ ശരിയാണെങ്കിൽ കൊലയാളി വല്ലാർപാടം പ്രത്യേകിച്ച് ഡൽഹിയിലോ അതിന് വടക്കുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തോ ആണ് അയാൾ കൊല്ലിയത്. 9-ാം തീയതി ഉച്ചയ്ക്ക് 11 മണിക്ക് ശേഷം ഡൽഹിയിൽ നിന്നും പുറപ്പെടുന്ന ഒരു എക്സ്പ്രസ് ട്രെയിനിലാണ് അയാൾ യാത്ര ചെയ്തത്. ആ ട്രെയിൻ അന്ന് രാത്രി 8 മണിക്ക് ഭോപ്പാലിലോ പിറ്റേന്ന് രാത്രി